എല്ലാവർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ 2026 പത്മ പുരസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ ഉപകാരപ്രദമാണെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങൾ പരിശോധിക്കാം. ഒന്നാമത്തെ ചോദ്യം, 2026 പത്മ പുരസ്കാര പട്ടികയിൽ ഉൾപ്പെട്ട കേരളീയരെ സംബന്ധിച്ച താഴെ പറയുന്ന പ്രസ്താവനകൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ 2026 പത്മ പുരസ്കാര പട്ടികയിൽ ഉൾപ്പെട്ട കേരളീയരുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ്. ഈ പ്രസ്താവനകളിൽ ശരിയായവയാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. ഒന്നാമത്തെ പ്രസ്താവന, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചു. അത് ഏത് പുരസ്കാരത്തിനെ പറ്റിയാണ് പറഞ്ഞത്? പത്മവിഭൂഷണാണ്. പത്മ പുരസ്കാരങ്ങൾ 3 എണ്ണമാണുള്ളത്. ഏറ്റവും ഉയർന്നത് പത്മവിഭൂഷണാണ്. പിന്നീട് പത്മഭൂഷൺ വരും, പിന്നീട് പത്മശ്രീ. അപ്പോൾ ഇന്ത്യയിലെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും ഉയർന്ന രണ്ടാമത്തെ സിവിലിയൻ ബഹുമതിയാണ് ഏത്? പത്മവിഭൂഷൺ. ഒന്നാമത് വരുന്നത് ഭാരതരത്നയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ പറഞ്ഞത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയായ VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായിട്ട് പത്മവിഭൂഷൺ ലഭിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ നമുക്കറിയാം അദ്ദേഹം ഈയിടെയാണ് അന്തരിച്ചത്. അപ്പോൾ അദ്ദേഹത്തിന് ഏത് അവാർഡ് ലഭിച്ചു? പത്മവിഭൂഷൺ. പത്മ പുരസ്കാരങ്ങളിൽ ഏറ്റവും ഉയർന്ന പത്മവിഭൂഷണാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. മരണാനന്തര ബഹുമതിയായിട്ടാണ്. ഓക്കെ, അപ്പോൾ ശരിയായ പ്രസ്താവനയാണ്. ശരി അടയാളപ്പെടുത്തി. നടൻ മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ചു. ഇത് പത്മ പുരസ്കാരങ്ങളിൽ രണ്ടാമത്തെ പുരസ്കാരമായ പത്മഭൂഷണെ പറ്റിയാണ് പറഞ്ഞത്. ആർക്കൊക്കെ ലഭിച്ചു എന്നാണ് പറഞ്ഞത്? ഒന്ന് മമ്മൂട്ടിക്ക്, മറ്റൊന്ന് വെള്ളാപ്പള്ളി നടേശന്. ഇപ്പോൾ നമ്മുടെ പ്രിയ നടനായ മമ്മൂട്ടിക്ക് ഏത് പുരസ്കാരമാണ് ലഭിച്ചത്? പത്മഭൂഷണാണ്. കൂട്ടത്തിൽ വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തിൻ്റെ നേതാവും പൊതുപ്രവർത്തകനുമായ വെള്ളാപ്പള്ളി നടേശനും ഏത് പുരസ്കാരം ലഭിച്ചു? പത്മഭൂഷൺ. ഇതും ശരിയായ പ്രസ്താവനയാണ്. മൂന്നാമത്തെ പ്രസ്താവന, ജസ്റ്റിസ് KT തോമസിനും P നാരായണനും പത്മവിഭൂഷൺ നൽകി. അപ്പോൾ പത്മവിഭൂഷന്റെ കാര്യം നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞത് ആർക്ക് ലഭിച്ചു എന്നായിരുന്നു? VSന് അല്ലേ? അപ്പോൾ ഇവിടെ 2 പേർക്ക് കൂടി പത്മവിഭൂഷൺ ലഭിച്ചു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ആർക്കൊക്കെയാണ്? ജസ്റ്റിസ് KT തോമസ്. ജസ്റ്റിസ് KT തോമസ് അദ്ദേഹം മുൻ സുപ്രീം കോടതി ജഡ്ജിയായിരുന്നു. P നാരായണൻ അദ്ദേഹം എഴുത്തുകാരനാണ്, ജന്മഭൂമി പത്രത്തിന്റെ പത്രാധിപരൊക്കെയാണ് അല്ലെ. അപ്പോൾ ഈ 2 പേർക്ക് കൂടി ഏത് പുരസ്കാരം തന്നെ ലഭിച്ചിട്ടുണ്ട്? പത്മവിഭൂഷൺ. അപ്പോൾ ഈ വർഷം 2026 3 കേരളീയർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. അപ്പോൾ ഇതും ശരിയായ പ്രസ്താവനയാണ്. അപ്പോൾ നമ്മൾ കണ്ടെത്തേണ്ടത് ശരിയായവയായിരുന്നു. ഏതൊക്കെയാണ് ശരിയായത്? 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ് എന്ന ഓപ്ഷൻ C ആണ് നമ്മുടെ ശരി ഉത്തരം. ഓക്കെ അല്ലേ? യെസ്. രണ്ടാമത്തെ ചോദ്യം പരിശോധിക്കാം. 2026 പത്മശ്രീ പുരസ്കാരത്തിന് അർഹരായ മലയാളികളുടെ കൂട്ടം ഏതാണ്? അപ്പോൾ നമ്മുടെ പത്മശ്രീയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ് കണ്ടെത്തേണ്ടത്? മലയാളികളുടെ കൂട്ടം. നമുക്ക് ഓരോന്നും വായിച്ചു നോക്കാം. കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കൽ ദേവകി അമ്മ, B രോഹിത് ശർമ്മ, സബിത പൂനിയ, C VS അച്യുതാനന്ദൻ, P നാരായണൻ, D മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ. ഇതിൽ നമ്മുടെ മമ്മൂട്ടിക്കും വെള്ളാപ്പള്ളി നടേശനും ലഭിച്ചത് ഏതാണ്? പത്മഭൂഷണാണ്. അപ്പോൾ നമ്മുടെ പത്മശ്രീ അല്ല. അപ്പോൾ അത് നമ്മുടെ ഓപ്ഷൻ അല്ല. VS അച്യുതാനന്ദനും P നാരായണനും ലഭിച്ചത് ഏതാണ്? പത്മവിഭൂഷണാണ്. അതും നമ്മുടെ ഓപ്ഷൻ അല്ല. ഇനി രോഹിത് ശർമ്മയും സവിത പൂനിയയും ഇവർക്ക് ലഭിച്ചത് പത്മശ്രീയാണ്. രോഹിത് ശർമ്മ ഇന്ത്യൻ പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റനാണ്. സവിത പൂനിയ ഇന്ത്യൻ ഹോക്കി ടീം അംഗമാണ്. അപ്പോൾ അവർ 2 പേരും മലയാളികളല്ല. പത്മശ്രീയാണ് അവർക്ക് ലഭിച്ചത്, പക്ഷെ മലയാളികളല്ല. അപ്പോൾ അതും നമുക്ക് പറ്റില്ല. പത്മശ്രീ ലഭിച്ച 2 മലയാളികൾ ആരൊക്കെയാണ്? കലാമണ്ഡലം വിമല മേനോനും കൊല്ലക്കൽ ദേവകി അമ്മയാണ്. അപ്പോൾ കൊല്ലക്കയിൽ ദേവകി അമ്മ എന്നും കാണാറുണ്ട്. അപ്പോൾ ഏതാണ് നമ്മുടെ ശരി ഉത്തരം? ഓപ്ഷൻ A ആണ്. അപ്പോൾ അത് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം.
2026 പത്മ പുരസ്കാരങ്ങളെ കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏവ? അപ്പോൾ പത്മ പുരസ്കാരങ്ങളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ നമ്മൾ കണ്ടെത്തണം. 1. ഇന്ത്യയിലെ 5 പത്മവിഭൂഷൺ ജേതാക്കളിൽ 3 പേരും മലയാളികളാണ്. അപ്പോൾ ഈ വർഷം ഇന്ത്യയിൽ മുഴുവനായിട്ട് നോക്കുമ്പോൾ തന്നെ 5 പേർക്കാണ് പത്മവിഭൂഷൺ പുരസ്കാരം നൽകിയത്. അതിൽ 3 പേരും ആരാണ്? മലയാളികളാണ്. നമുക്ക് അഭിമാനിക്കാൻ പറ്റിയ കാര്യമാണ്. ഇത് ശരിയായ പ്രസ്താവനയാണ്. 5ൽ 3 മലയാളികൾക്കാണ് പത്മവിഭൂഷൺ, ഏറ്റവും ഉയർന്നതാണ് പത്മ പുരസ്കാരങ്ങളിൽ ഏറ്റവും ഉയർന്ന പത്മവിഭൂഷൺ ലഭിച്ചിട്ടുള്ളത്. ശരി. 2. ജസ്റ്റിസ് KT തോമസിനും P നാരായണനും പത്മവിഭൂഷൺ പുരസ്കാരം ലഭിച്ചു. നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞ കാര്യം തന്നെയാണ്, ശരിയായ പ്രസ്താവനയാണ് അല്ലെ. 3 പേർക്കാണ് പത്മവിഭൂഷൺ ലഭിച്ചത്. VS, ജസ്റ്റിസ് KT തോമസ്, P നാരായണൻ. ഓക്കെ, ശരിയായ പ്രസ്താവന. 3. 77ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചത്. പത്മ പുരസ്കാരങ്ങൾ എല്ലാ വർഷവും പ്രഖ്യാപിക്കുന്നത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് തന്നെയാണ്. അപ്പോൾ ഈ വർഷത്തെ 77ാമത്തെ റിപ്പബ്ലിക് ദിനമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ ആ പ്രസ്താവന ശരിയാണ്. 77ാമത് റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ചാണ് ഈ പുരസ്കാരങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ശരി. അപ്പം നമ്മൾ കണ്ടെത്തേണ്ടത് എന്താണ്? ശരിയായത് ഏതൊക്കെയാണ് ശരി? 1, 2, 3 എന്നിവയെല്ലാം ശരി. അപ്പോൾ ഇത്തരത്തിലെല്ലാം ശരിയാക്കി കൊടുക്കുന്നത് നമുക്ക് ഒരുപാട് പോയിന്റുകൾ പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഇതിൽ മാറ്റങ്ങൾ വരും. പത്മശ്രീയും പത്മഭൂഷണും ഒക്കെ മാറ്റി മാറ്റി ചോദിക്കും. അപ്പോൾ ശ്രദ്ധിച്ച് വേണം അത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചെയ്യാൻ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം നമുക്ക് പരിശോധിക്കാം. 4ാമത്തെ ചോദ്യം. പത്മ പുരസ്കാരം ലഭിച്ച വ്യക്തികളും അവരുടെ മേഖലകളും ശരിയായി ജോഡി ചേർത്തിരിക്കുന്നത് ഏതാണ്? അപ്പോൾ നമ്മുടെ പത്മ പുരസ്കാരങ്ങൾ ലഭിച്ച ഓരോ വ്യക്തിയും അവർക്ക് ഏത് മേഖലയിലാണ് പുരസ്കാരം ലഭിച്ചത്, ഏത് മേഖലയിലുള്ള മികവിന് ഉള്ള ബഹുമതിയായിട്ടാണ് പുരസ്കാരം നൽകിയത് എന്നാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഓരോന്നും നമുക്ക് നോക്കാം. മമ്മൂട്ടിയുടെ കാര്യം നമുക്കറിയാം. അദ്ദേഹം ഏതാണ്? സിനിമാ മേഖലയാണ് അല്ലെ. കലയുമായി ബന്ധപ്പെട്ടിട്ടാണ് അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചത്. അത് ശരിയായ പ്രസ്താവനയാണ്. 2ാമത്തെ പത്മഭൂഷൺ ലഭിച്ച വെള്ളാപ്പള്ളി നടേശൻ ആരാണ്? SNDP യോഗത്തിന്റെ നേതാവാണ്, പൊതുപ്രവർത്തകനാണ്. അപ്പോൾ പൊതുകാര്യങ്ങൾ എന്ന മേഖലയിലാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. ഓക്കെ, പബ്ലിക് അഫയേഴ്സ് എന്ന മേഖലയിലാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. 3ാമത് കലാമണ്ഡലം വിമല മേനോൻ. അവര് നൃത്തം, കലയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. അവര് മോഹിനിയാട്ടത്തിലെ വളരെ പ്രശസ്തിയായിട്ടുള്ള ഒരു കലാകാരിയാണ്. അപ്പോൾ അവര് കലയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. ഇവിടെയും ഏതൊക്കെയാണ് ശരിയായി വന്നിട്ടുള്ളത്? 1, 2, 3 എല്ലാം ശരിയാണ് അല്ലേ. അപ്പോൾ 1, 2, 3 എന്നിവയെല്ലാം ശരിയാണ് എന്ന ഓപ്ഷനാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. ഓക്കെ അല്ലേ? അത് നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞു. യെസ്. 5ാമത്തെ ചോദ്യം. 2026 പത്മ പുരസ്കാര പട്ടികയിലെ അൺസങ് ഹീറോ വിഭാഗത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന ആശയങ്ങളിൽ ശരിയായത് ഇത്. അപ്പം നമ്മുടെ പത്മ പുരസ്കാരങ്ങളിൽ കലയുമായി ബന്ധപ്പെട്ടും കായിക രംഗവുമായി ബന്ധപ്പെട്ടും പൊതുകാര്യവുമായി ബന്ധപ്പെട്ടും ഒക്കെ പുരസ്കാരങ്ങൾ നൽകാറുണ്ട്. മറ്റൊരു വിഭാഗമാണ് ഇത് അൺസങ് ഹീറോ. അൺസങ് ഹീറോ എന്നാൽ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഇവര് വളരെ പ്രശസ്തരായ വ്യക്തിയായിരിക്കില്ല, പക്ഷേ അവര് നിശബ്ദമായിട്ട് വളരെ പ്രധാനപ്പെട്ട എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടാകും. അത്തരത്തിലുള്ളവരെ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി നൽകുന്ന പുരസ്കാരത്തിലെ വിഭാഗമാണ് ഏത്? അൺസങ് ഹീറോ. അപ്പോൾ ഈ വർഷം മലയാളിയായ ഒരാൾക്ക് ഈ അൺസങ് ഹീറോ വിഭാഗത്തിൽ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് താഴെയുള്ളത്. നമ്മൾ അതിൽ ശരിയായത് കണ്ടെത്തണം. 1. പൊതുരംഗത്ത് അധികം അറിയപ്പെടാത്തതും എന്നാൽ നിശബ്ദമായി സേവനം ചെയ്യുന്നതുമായ വ്യക്തികൾക്ക് നൽകുന്ന ആദരവാണിത്. അൺസങ് ഹീറോയെ പറ്റി ഞാനിപ്പോൾ പറഞ്ഞ കാര്യം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? പൊതുരംഗത്ത് അധികം അറിയപ്പെടാത്ത വ്യക്തിയായിരിക്കും, എന്നാൽ നിശബ്ദമായി സേവനം ചെയ്യുന്ന ആളുകളുമായിരിക്കും. ഇത്തരം ആൾക്കാരെ ആദരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരം ഈ അൺസങ് ഹീറോ എന്നുള്ളൊരു വിഭാഗം തന്നെ
ഈ പത്മ പുരസ്കാരത്തിന് ഉൾപ്പെടുത്തിയത്. ഓക്കെ അല്ലേ? അപ്പോൾ അത് ശരിയായ പ്രസ്താവനയാണ്. ശരിയിട്ടു. രണ്ടാമത്തെ പ്രസ്താവന വായിച്ചു നോക്കാം. പരിസ്ഥിതി പ്രവർത്തകയായ ആലപ്പുഴയിലെ കൊല്ലക്കൽ ദേവകി അമ്മ ഈ വിഭാഗത്തിലാണ് പുരസ്കാരം നേടിയത്. നമ്മുടെ പത്മശ്രീ നേടിയ വ്യക്തികളുടെ കൂട്ടത്തിൽ നമ്മൾ പരിചയപ്പെട്ട പേരാണ് കൊല്ലക്കൽ ദേവകി അമ്മ. അപ്പോൾ അവർ ഒരു പരിസ്ഥിതി പ്രവർത്തകയാണ്. ആലപ്പുഴ ജില്ലയിലാണ് അവർ ഉള്ളത്. അപ്പോൾ അവർക്ക് പുരസ്കാരം ലഭിച്ചത് ഈ അൺസങ് ഹീറോ എന്ന വിഭാഗത്തിലാണ്. ശരിയായ പ്രസ്താവനയാണിത്. ശരി. ഇനി എന്ത് പ്രവർത്തനത്തിനാണ് അവർ ഇത്തരത്തിലൊരു ആദരവ് നേടിയത് എന്ന് നമുക്ക് പരിശോധിക്കാം. തപോവനം എന്നറിയപ്പെടുന്ന മനുഷ്യനിർമ്മിത വനം സൃഷ്ടിച്ചതിലൂടെ പതിറ്റാണ്ടുകളായി പരിസ്ഥിതി സംരക്ഷണത്തിന് നൽകിയ സംഭാവനയ്ക്കാണ് അംഗീകാരം. അപ്പോൾ ഇവർ പരിസ്ഥിതി പ്രവർത്തകയാണെന്ന് പറഞ്ഞു. ഇവരെന്ത് ചെയ്തു? 4.5 ഏക്കറോളം സ്ഥലത്ത് ആലപ്പുഴയിൽ ഒരു മനുഷ്യനിർമ്മിത വനം സൃഷ്ടിച്ചെടുത്തു. അവിടെ വലിയൊരു വനം തന്നെ ഇവരുടെ പരിശ്രമത്തിൻ്റെ ഭാഗമായി ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് എന്ത് പറഞ്ഞത്? തപോവനം. അപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ പരിസ്ഥിതിക്കും നാടിനും ഗുണകരമായ സേവനം നൽകിയതിനാണ് അവരെ അൺസങ് ഹീറോ എന്ന വിഭാഗത്തിൽ അനുമോദിച്ചത്. ഓക്കെ, അപ്പോൾ ഇത് ശരിയായ പ്രസ്താവനയാണ്. നാലാമത്തത്, ഇത്തരം പുരസ്കാരങ്ങൾ സാധാരണക്കാർക്ക് വലിയ പ്രചോദനം നൽകുന്നു. അത് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം? ശരിയായത് തിരഞ്ഞെടുക്കണം. 1, 2, 3, 4 എന്നീ ഓപ്ഷനുകളൊക്കെ ശരിയാണ്. അപ്പോൾ നമ്മൾ സി തിരഞ്ഞെടുത്ത് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദ്യങ്ങളൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് 2026 പത്മ പുരസ്കാരം നേടിയവരിൽ കേരളത്തിൽ നിന്നുള്ളവർ ആരൊക്കെയാണെന്ന് ഒന്ന് പരിശോധിക്കാം. ഏറ്റവും ഉയർന്ന പുരസ്കാരമായ പത്മവിഭൂഷൺ നേടിയത് VS അച്യുതാനന്ദൻ, നമ്മുടെ മുൻ മുഖ്യമന്ത്രിയാണ്. മരണാനന്തര ബഹുമതിയാണ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുള്ളത്. രണ്ടാമത്തത് ജസ്റ്റിസ് KT തോമസ്, സുപ്രീം കോടതിയിലെ മുൻ ജഡ്ജിയാണ് അദ്ദേഹം. മൂന്നാമത് P നാരായണൻ, എഴുത്തുകാരനും ജന്മഭൂമി പത്രത്തിൻ്റെ മുൻ പത്രാധിപരുമാണ്. ഓക്കെ, അടുത്തത് പത്മഭൂഷണാണ് നമ്മുടെ മലയാളികളുടെ പ്രിയങ്കരനായ നടൻ മമ്മൂട്ടി. പൊതുപ്രവർത്തകനായ വെള്ളാപ്പള്ളി നടേശൻ, SNDP യോഗത്തിൻ്റെ നേതാവാണ് അദ്ദേഹം. ഇനി പത്മശ്രീ ലഭിച്ചവർ കലാമണ്ഡലം വിമല മേനോൻ, അവർ നർത്തകിയാണ്, മോഹിനിയാട്ടം. ഓക്കെ, പിന്നെ പരിസ്ഥിതി പ്രവർത്തകയായ കൊല്ലക്കൽ ദേവകി അമ്മ. നമ്മുടെ മുൻ ചോദ്യങ്ങളിൽ വരാത്തൊരു പേര് കൂടി ഇവിടെ കാണാം, AE മുത്തുനായകം. അദ്ദേഹം ജനിച്ചതൊക്കെ തമിഴ്നാട്ടിലാണ് എങ്കിലും കേരളത്തിൽ നിന്നുള്ള എന്ന നിലയിലാണ് അദ്ദേഹത്തിന് പുരസ്കാരം ലഭിച്ചിട്ടുള്ളത്. അദ്ദേഹം ഒരു ബഹിരാകാശ ശാസ്ത്രജ്ഞനാണ്, ISROയിലെ ശാസ്ത്രജ്ഞനാണ്. ഇന്ത്യയിലെ റോക്കറ്റ് പ്രൊപ്പൽഷൻ്റെ മുഖ്യ ശില്പിയാണ്. ഇന്ത്യൻ പ്രൊപ്പൽഷൻ സാങ്കേതിക വിദ്യയുടെ പിതാവ് എന്നും അറിയപ്പെടുന്നുണ്ട് അദ്ദേഹം. ഓക്കെ, അപ്പോൾ ഇത്രയും പേരുകൾ നിർബന്ധമായും എല്ലാവരും പഠിച്ചു വെക്കുക. അപ്പോൾ കൂടുതൽ ചോദ്യങ്ങളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമ്മുടെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഓക്കേ.